Hello my dear students, welcome to Learner's World. In this video, I am going to talk about questions and answers of the objective resolution by Jawaharlal Nehru, second semester, Calicut University, Common English, readings from the Fringes. Answer the following questions in 1 or 2 sentences. This section എന്ന് പറയുന്നത് 1 or 2 sentences ആൻസർ ചെയ്യാനുള്ള questions ആണ്. First question, when was the objective resolution presented? എപ്പോഴാണോ objective resolution Constituent Assemblyയിൽ ജവഹർലാൽ നെഹ്റു പ്രസൻറ്റ് ചെയ്തത് എന്നുള്ളതാണ് question. The objective resolution presented on December 13, 1946. The next, which sections of the society are adequately safeguarded in the objective resolution? അതായത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ സൊസൈറ്റിയിലെ ഏത് വിഭാഗക്കാരെയാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആഡിക്വേറ്റ് സേഫ് ഗാർഡ്സ് ഷാൾ ബി പ്രൊവൈഡഡ് ഫോർ മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ആൻഡ് ഡിപ്രസ്ഡ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പോൾ ആരെയാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? മൈനോറിറ്റീസിനെ, അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ്സസിനെ, ട്രൈബൽ ഏരിയാസിനെ, അതുപോലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള വിഭാഗക്കാരൊക്കെയാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യൻ സിറ്റിസന് നൽകുന്ന റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഷാൾ ബി ഗ്യാരണ്ടീഡ് ആൻഡ് സെക്യൂർഡ് ടു ഓൾ സിറ്റിസൺസ് ഓഫ് India justice, social, economic and political, equality of status of opportunity and before the law, freedom of thought, expression, belief, faith, worship, vocation, association and action subject to law and public morality. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ നൽകുന്ന അവകാശങ്ങൾ? എന്തൊക്കെയാണ്? ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം എല്ലാ ഇന്ത്യൻ സിറ്റിസണും. അതുപോലെ ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അവർക്ക് എന്തും എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ ബിലീഫ്, ഫെയ്ത്ത്, വേർഷിപ്പ്, അതായത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ദൈവത്തെ ആരാധിക്കാനൊക്കെയുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ പബ്ലിക് മൊറാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഇന്ത്യൻ സിറ്റിസന് ഉള്ള റൈറ്റ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റിയൽ സ്റ്റെപ്പ് ഓർ റിയൽ വർക്ക് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആസ് മെൻഷൻഡ് ഇൻ ദ സ്പീച്ച്? ജവഹർലാൽ നെഹ്റു ഈ ഒരു സ്പീച്ചിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റിയൽ സ്റ്റെപ്പ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉള്ള റിയൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ റിയൽ വർക്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദി റിയൽ സ്റ്റെപ്പ് ഓർ the real work of this Constituent Assembly is the high adventure of giving shape in the printed and written word to a nation's ഡ്രീം ആൻഡ് ആസ്പിരേഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉള്ള ഒരു റിയൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു റിയൽ വർക്ക് എന്ന് പറയുന്നത്? അതായത് ഒരു ഗിവിങ് ഷേപ്പ്, ആ ഒരു പ്രിൻറ്റഡ് വേർഡിന്, റിട്ടൺ വേർഡിന് ഒരു ഷേപ്പ് നൽകുക. അതായത് ആ ഒരു റിട്ടൺ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ നേഷൻ്റെ ഡ്രീം ആൻഡ് ആസ്പിരേഷനാണ്. അതിനൊരു ഷേപ്പ് നൽകുക എന്നുള്ളതാണ് ഒരു റിയൽ വർക്ക് അല്ലെങ്കിൽ റിയൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 സെൻറ്റൻസസ് അല്ല, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് എസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. First one is, I wish this house, if I may say so respectfully, should consider this resolution not in a spirit of narrow legal wording but rather to look at the spirit behind the resolution. Explain ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. I wish this house, if I may say so respectfully, should consider the resolution not in spirit of narrow legal wording. അതായത് ഈ ഒരു റെസൊല്യൂഷൻ ഒരു നാരോ ലീഗൽ വേർഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ബട്ട് റാദർ ടു ലുക്ക് അറ്റ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദ റെസൊല്യൂഷൻ. പക്ഷേ ഈ ഒരു റെസൊല്യൂഷൻ പിറകിലുള്ള ആ ഒരു സ്പിരിറ്റാണ് നോക്കുന്നത്. ഈ ഒരു ലൈന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെഹ്റു സേസ് ദാറ്റ് ഹി വിഷ് ദിസ് ഹൗസ്, ഇഫ് ഹി മേ സോ respectfully, should consider this resolution not in spirit of narrow legal wording but rather to look at the spirit behind that resolution. അപ്പം നെഹ്റു പറഞ്ഞിട്ടുണ്ട്, അതായത് അദ്ദേഹം ഇതിനെ വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു റെസൊല്യൂഷനെ ഒരു നാരോ ലീഗൽ വേർഡിംഗ് ആയിട്ടല്ല കാണുന്നത്, പകരം എന്താണ് അതിൻ്റെ പിറകിലുള്ള ഒരു
സ്പിരിറ്റ് ആയിട്ടാണ് ഈ ഒരു റെസൊല്യൂഷനെ നോക്കിക്കാണുന്നതെന്ന് പറയുന്നുണ്ട്. വേർഡ്സ് ആർ മാജിക് തിങ്സ് ഓഫൺ ഇനഫ്, ബട്ട് ഈവൻ ദ മാജിക് ഓഫ് വേർഡ്സ് സംടൈംസ് കനോട്ട് കൺവേ ദ മാജിക് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് ഓഫ് എ നാഷൻസ് പാഷൻ. പിന്നീട് അദ്ദേഹം പറയുന്നത് വേർഡ്സ് എന്ന് പറയുന്നത് ഒരു മാജിക് തിങ്സ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ചില സമയത്ത് ഈ വേർഡ്സിന് ഹ്യൂമൻ സ്പിരിറ്റ്, അതായത് ഒരു നാഷൻ്റെ പാഷൻ, ഡ്രീം, ആസ്പിറേഷൻസ് ഒന്നും ചില സമയത്ത് കൺവേ ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് സോ ഹി കാനോട്ട് സേ ദാറ്റ് ദ റെസൊല്യൂഷൻ അറ്റ് ഓൾ കൺവേസ് ദ പാഷൻ ദാറ്റ് ലൈസ് ഇൻ ദ ഹേർട്സ് ആൻഡ് ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ടുഡേ. അപ്പോൾ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ ഒരു റിട്ടൺ റെസൊല്യൂഷൻ ഒരു ഇന്ത്യൻ്റെ മനസ്സിലുള്ള ഡ്രീംസ്, ആസ്പിറേഷൻസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയാണ്. ഇറ്റ് സീക്സ് വെരി ഫീബിൾ ടു ടെൽ ദ വേൾഡ് ഓഫ് വാട്ട് വി ഹാവ് തോട്ട് ഓർ ഡ്രീംഡ് ഓഫ് സോ ലോങ് ആൻഡ് വാട്ട് വി നൗ ഹോപ്പ് ടു അച്ചീവ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതായത് ഈ ഒരു റെസൊല്യൂഷൻ എന്താണ്? അതായത് ഇന്ത്യയുടെ ഡ്രീം ആൻഡ് ആസ്പിറേഷനാണ്. അതായത് ഒരുപാട് കാലം കൊണ്ട് നടന്നിട്ടുള്ള ഡ്രീമാണ് അതായത് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഡ്രീമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് നെഹ്റു എംഫസൈസസ് ഇൻ ഹിസ് സ്പീച്ച് ഓൺ ദ 5th day ഓഫ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നെഹ്റു എംഫസൈസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ? അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ 5th day ഫസ്റ്റ് സെഷനിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് എംഫസൈസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 5th day of this session of the Constituent Assembly, thus we have labored on certain provisional and procedural matters which are essential. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൊവിഷണൽ ആൻഡ് പ്രൊസീജിയറൽ മാറ്റേഴ്സ് അദ്ദേഹം ഇതിൽ എംഫസൈസ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ടു പ്രിപ്പയർ ദ ഗ്രൗണ്ട് ആൻഡ് വി ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ് ദീസ് ഫ്യൂ ഡേയ്സ്. We still have much to do. We have to pass our rules of procedure and to appoint committees. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഈ ഒരു ഡേയിൽ. അതുപോലെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ പാസ് ചെയ്യണം, കമ്മിറ്റീസിനെ രൂപീകരിക്കണം. ബിഫോർ വി ക്യാൻ പ്രൊസീഡ് ടു റിയൽ സ്റ്റെപ്പ് ടു ദ റിയൽ വർക്ക് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ദാറ്റ് ഈസ് ദ ഹൈ അഡ്വഞ്ചർ ഓഫ് ഗിവിംഗ് ഷേപ്പ് ഇൻ ദ പ്രിൻറ്റഡ് ആൻഡ് റിട്ടൺ വേൾഡ് ടു എ നാഷൻസ് ഡ്രീം ആൻഡ് ആസ്പിറേഷൻ. അതായത് ഇതിലെ റിയൽ സ്റ്റെപ്പ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു റിയൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു റിയൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗിവിങ് ഷേപ്പ്. അതായത് ഈ ഒരു റിട്ടൺ വേർഡായിട്ടുള്ള ഈ ഒരു റെസൊല്യൂഷൻ ഒരു ഗിവിങ് ഷേപ്പ് നൽകുക. അതായത് ഒരു നാഷൻ്റെ ഡ്രീം ആൻഡ് ആസ്പിറേഷനാണ് ഈ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഷേപ്പ് നൽകുക എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, why does Nehru feel that the objective resolution is something much more than the resolution? അതായത് എന്തുകൊണ്ടാണ് നെഹ്റു പറയാനിടയായത്? അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വെറും ഒരു റെസൊല്യൂഷന് അതീതമാണ്, അതിന് മുകളിലാണ് എന്ന് പറയാനുള്ള കാരണം സംതിങ് മച്ച് മോർ ദാൻ ദ റെസൊല്യൂഷൻ. ഈ ഒരു റെസൊല്യൂഷന് മുകളിലുള്ള എന്തോ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെഹ്റു ഫീൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഈസ് സംതിങ് മച്ച് മോർ ദാൻ എ റെസൊല്യൂഷൻ. ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ. നെഹ്റു പറയുകയാണ് എന്ത്? ഇതൊരു റെസൊല്യൂഷന് മുകളിലുള്ള എന്തോ ആണ്, ഇതെന്താണ്? ഒരു ഡിക്ലറേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്ലെഡ്ജ്. ഇതെന്താണ്? ഒരു പ്രതിജ്ഞയാണ്. യു കനോട്ട് സേ ദാറ്റ് ദിസ് റെസൊല്യൂഷൻ അറ്റ് ഓൾ കൺവേ ദ പാഷൻ ദാറ്റ് ലൈസ് ഇൻ ദ ഹാർട്ട്സ് ആൻഡ് ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ടുഡേ. അദ്ദേഹം പറയണേ ഈ ഒരു റിട്ടേൺ റെസൊല്യൂഷൻ കംപ്ലീറ്റ് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യൻ പീപ്പിളിൻ്റെ മനസ്സിൽ ഉള്ള ഒരു ഡ്രീം ആസ്പിറേഷൻ, ഇന്ത്യയുടെ ആ ഒരു ഡ്രീം ആസ്പിറേഷൻ കംപ്ലീറ്റ് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് സീക്സ് വെരി ഫീബ്ലി ടു ടെൽ ദ വേർഡ് ഓഫ് വാട്ട് വി ഹാവ് തോട്ട് ഓർ ഡ്രീംഡ് ഓഫ് സോ ലോങ് ആൻഡ് വാട്ട് വി നൗ ഹോപ്പ് ടു അച്ചീവ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതായത് ഈ ഒരു റെസൊല്യൂഷൻ എന്താണ്? ഇന്ത്യയുടെ ഡ്രീമാണ്, ഒരുപാട് കാലം ആയിട്ടുള്ള ഒരു ഡ്രീമാണ്. അതായത് ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഡ്രീമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സംതിങ് മച്ച് മോർ ദാൻ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, why is the objective resolution moved by Jawaharlal Nehru considered a watershed event in the history of India? അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ
ജവഹർലാൽ നെഹ്റു മൂവ് ചെയ്ത സമയത്ത് ആ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഒരു വാട്ടർ ഷെഡ് ഇവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വാട്ടർ ഷെഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഈസ് എ വാട്ടർ ഷെഡ് ഇവൻ്റ് ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇറ്റ് ലൈ ഡൗൺ ദ ഫിലോസഫി ആൻഡ് ഗൈഡ് പ്രിൻസിപ്പിൾ ഫോർ ഫ്രെയിമിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് എന്തുകൊണ്ടാണ് ഇതൊരു വാട്ടർ ഷെഡ് ഇവൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനുള്ള ഒരു ഗൈഡിങ് പ്രിൻസിപ്പിളാണ് എന്നാണ് പറയുന്നത്. He cannot say that this resolution at all convey the passion that lies in the hearts and the minds of the Indian people today. It seeks very feebly to tell the world of what we have thought or dreamt of so long and what we now hope to achieve in the near future. Next, answer the following questions in about 300 words. ഇനി ഒരു ലോങ് എസ്സേ എഴുതാനുള്ളതാണ്. എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ലോങ് എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് കൊടുക്കേണ്ടത്. നമ്മളുടെ റൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ പോയിറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ കൊടുക്കുക. അതുപോലെ നമ്മൾ എഴുതാൻ പോകുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ഓവറോൾ ഐഡിയ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുക്കുക. പിന്നീട് മിനിമം 3 ബോഡി പാരഗ്രാഫ് നമ്മൾ ആ ഒരു എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ കൺക്ലൂഷൻ. ഓക്കെ, ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 5 to 6 ലൈൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ? വാട്ട് വേർ ദ ഐഡിയൽസ് പ്രസൻറ്റഡ് ഇൻ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതുപോലെ എന്തൊക്കെ ഐഡിയൽസ് ആണ് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എഴുതണം? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് എഴുതണം. അതുപോലെ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് റീഡ് ചെയ്യാം. The objective resolution by Jawaharlal Nehru, he was a multifaceted personality who was an anti-colonial nationalist, secular humanist, social democrat, an exemplary writer, and the first and longest serving Prime Minister of India. Before the Constituent Assembly could begin its work to frame a constitution for free India, it was felt by Nehru and other leaders of the national movement. Jawaharlal Nehru introduced Objective Resolution on December 13, 1946 in the session of Constituent Assembly. Assembly adopted this resolution on January 22, 1947. These resolutions were included in the preamble of the Indian Constitution. These resolutions were some guiding principles that helped our leaders in drafting the Constitution of India. During the first session of the Constituent Assembly, Jawaharlal Nehru proposed the Objective Resolution. These resolutions fundamentally reflected the aspirations of the individuals who were writing the Constitution. According to the resolution, the Constituent Assembly would first proclaim India as the independent sovereign republic, with all territories remaining autonomous and possessions residuary powers. All Indians would be guaranteed justice, equality of status, freedom of thought, expression, belief, faith, worship, vocation, association as subject to the law and public morality, and adequate safeguards would be provided for minorities, backward and depressed people. The territorial integrity of the Republic as well as its sovereign rights on land, sea and air should be preserved in accordance with the civilized country, justice and law. The country would contribute fully and willingly to the advancement of world peace and the well-being of humanity. These resolutions were included in the preamble of Indian Constitution. It helped our leaders in drafting the Constitution of India.